ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്ന വീഡിയോ നമ്മൾ കിച്ചണിൽ നമ്മൾ സിങ്ക് കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. കിച്ചണിൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ, കിച്ചണിൽ നമ്മൾ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് സിങ്കിൻ്റെ സൈഡിലൂടെ വെള്ളം താഴേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഒരുപാട് കംപ്ലൈൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കമൻറ്റ് കാര്യങ്ങൾ കിട്ടാറുണ്ട്. എങ്ങനെയാണ് ഇതിനുള്ള പ്രതിവിധി, അതുമാത്രമല്ല വെള്ളം ഇങ്ങനെ കെട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ പുറത്തേക്ക് വരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ലീക്ക് വരുന്ന ഡീറ്റെയിൽസ് വീഡിയോ ആണ് അന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ നോക്കി അറിയാൻ പറ്റും, നമ്മൾ സിങ്ക് ഉറപ്പിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സിങ്ക് നമ്മളോട് സ്ക്വയറാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അത് കറക്റ്റ് ലെവലിൽ കണ്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഗ്രാനൈറ്റിൻ്റെ പീസ് ചെറിയൊരു കട്ടിങ് കൂടി കൊടുത്തിട്ടുണ്ട്. കട്ടിങ് കൂടി കൊടുത്തതിന് ശേഷം ചെറിയ ഒട്ടും തന്നെ ഗ്യാപ്പില്ലാത്ത രീതിയിലാണ് സിങ്ക് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒട്ടും ഗ്യാപ്പെന്ന് ഉദ്ദേശിച്ചാൽ ചെറുതായിട്ട് നമുക്ക് അപ്പോക്സി വർക്കോ അല്ലെങ്കിൽ MCയിലോട്ടോ ടൈറ്റ് ചെയ്യാനുള്ള ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്, ആ ഗ്യാപ്പിലൂടെയാണ് വെള്ളം നമ്മൾ കഴുകുന്ന സമയത്ത് പുറത്തേക്ക് ലീക്കായിട്ട് താഴെ കബോർഡിൽ താഴെ വന്ന് നനവ് നിൽക്കുന്നത്. അപ്പോൾ ആ ഏരിയ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. പിന്നെ അതുപോലെ തന്നെ താഴെ വരുന്ന നമ്മുടെ പൈപ്പ് കണക്ട് ചെയ്യുന്ന ഏരിയയിലാണെങ്കിൽ നമ്മളിവിടെ റെഡ്യൂസർ ഇട്ടിട്ടാണ് കണക്ട് ചെയ്യുന്നത്. 2 ഇഞ്ച് പൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നേരെ നമ്മൾ 3 ഇഞ്ച് റെഡ്യൂസർ വെച്ച് കൊടുത്തിരിക്കുന്നു. അപ്പോൾ സിങ്കിൻ്റെ താഴെ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൂടിയും അത് കറക്റ്റ് ചെയ്ത് താഴേക്ക് പൊക്കോളും. ആ ലീക്ക് താഴെ വെള്ളം വന്ന് വീഴുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ സൈഡ് കണ്ടോ, സിങ്കിൻ്റെ സൈഡിലൂടെയാണ് വെള്ളം വരുന്നത്. അത് ശ്രദ്ധിക്കേണ്ടത് വേറൊന്നുമില്ല. നമ്മൾ ഒന്നല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് MCയിൽ നമുക്ക് കിട്ടും. ബ്ലാക്ക് MCയിൽ കറക്റ്റായിട്ട് ആ ഗ്യാപ്പിലേക്ക് സിങ്ക് യൂസ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ബ്ലാക്ക് MCയുടെ അതിൻ്റെ ഗ്യാപ്പിലേക്ക് ഇട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ചെയ്യാം. ഇനി അതല്ല, നമുക്ക് വേണമെങ്കിൽ അപ്പോക്സി, അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ ടൈല് കാര്യങ്ങളൊക്കെ അപ്പോക്സി വർക്ക് ചെയ്യാറുണ്ട്. ആ അപ്പോക്സി വർക്ക് ചെയ്താലും ഒരു തുള്ളി വെള്ളം പോലും താഴേക്ക് ഇരിക്കില്ല. കാരണം PVC പോലത്തെ മെറ്റീരിയലും അതിൻ്റെ പശയും കൂടിയിട്ടാണ് അപ്പോക്സി വരുന്നത്. അത് കറക്റ്റായിട്ട് ആ ഗ്യാപ്പിലേക്ക് വീഴുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒട്ടും തന്നെ ലീക്ക് താഴേക്ക് ഉണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. പിന്നെ അതുപോലെ ഒന്നാണ് നമ്മൾ പുറത്ത് കൊടുത്തിരിക്കുന്ന സിങ്കിന് നേരെ പുറത്ത് കുറയ്ക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഒരു എയർ പൈപ്പ് നമ്മളോട് മസ്റ്റായിട്ടും കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ കുഴിയിൽ നിന്നുള്ള സ്മെല്ല്, അതായത് സിങ്ക് കണക്ട് ചെയ്ത് കുഴിയിൽ നിന്നുള്ള സ്മെല്ല് കാര്യങ്ങളെല്ലാം സിങ്കിലൂടെ റിലീസാവുന്നതായിരിക്കും. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ സിങ്ക് പിടിപ്പിക്കുന്ന സമയത്ത് സിങ്കിൻ്റെ സൈഡിൽ വരുന്ന ആ കട്ടിങ്ങിൻ്റെ അത് ഒന്നല്ലെങ്കിൽ നമുക്ക് അപ്പോക്സി വർക്ക് ചെയ്യണം, അതല്ലെങ്കിൽ വൈറ്റ് MCയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് MCയിലോട്ട് ടൈറ്റ് ചെയ്യണം. ഏതാണോ ടൈല് വരുന്നത് ആ ടൈലിനനുസരിച്ചുള്ള MCയിൽ നമുക്ക് കിട്ടും. അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ ഒരു തുള്ളി വെള്ളം പോലും താഴേക്ക് ഇരിക്കുന്നതല്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.